ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വാളയാറിൽ, പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ റാം നാരായണൻ എന്നുള്ള അതിഥി തൊഴിലാളിയെ അടിച്ചു കൊന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അടിച്ചു കൊന്നത് RSS BJP അനുഭാവികളാണെന്നാണ് അറിയപ്പെടുന്നത്. 14 പേരോളം ഉണ്ട്. അതിൽ ഒരു ആള് CPM പ്രവർത്തകരുമാണ്. ബാക്കിയുള്ള 15 പേരാണ്. അതിൽ 14 പേരും RSS BJP പ്രവർത്തകരാണ്. അവര് പല കുറ്റകൃത്യങ്ങളിലും നേരത്തെ പങ്കുള്ളവരുമാണ്. ഇത് സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവരെ ഈ വാസപ്പ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളും അതുപോലെ വെറുപ്പിന്റെ ഒരു വിത്തുകൾ ഇവർ പാവിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ, പിന്നെ ദളിതർ, അങ്ങനെയൊക്കെയുള്ള വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയങ്ങൾ ഓരോന്ന് വിഷം കുത്തിയിറക്കി നമ്മളെ ഉത്തർപ്രദേശിലും UP-യിലൊക്കെ നടക്കുന്നത് പോലെയുള്ള അത് അവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോ ആയി നമ്മളെ കേരളത്തിലും എത്തിയിരിക്കുകയാണ്. നേരത്തെയും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ബ്രെഡും കണ്ട മോട്ടിച്ചതിന്റെ പേരിൽ എടുത്തതിന്റെ പേരിൽ മധു എന്നുള്ള ഒരു ചെറുപ്പക്കാരനെ അടിച്ചു കൊന്നു. അതും ആൾക്കൂട്ട മർദ്ദനമാണ്. അത് അട്ടപ്പാടിയിലാണ്, ഈ പാലക്കാട്ട് തന്നെയാണ്. ഈ മനുഷ്യനെ തിരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയ ഈ മനുഷ്യനെ അടിച്ചു കൊല്ലാൻ നിനക്കൊക്കെ ആരാണ് അധികാരം തന്നത്? അത് എങ്ങനെ തോന്നുന്നു? നിന്റെയൊക്കെ മനസ്സ് എന്താണ്? എങ്ങനെ നിനക്കൊക്കെ തോന്നുന്നു ഈ പാപത്തിനെ അടിച്ചു കൊല്ലാൻ? 2 കുട്ടികളെയും കൊണ്ട് ആ സ്ത്രീ തകർന്ന സ്ത്രീ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ആ ഭാര്യ എന്നുള്ള സ്ത്രീ വന്ന് അവരെ ആ തേങ്ങല് നിങ്ങൾ കണ്ടായിരുന്നു. അതുപോലെ ആ 2 പെഞ്ചു കുട്ടികൾ, അവരെ പോറ്റുവാൻ വേണ്ടിയാണ്. അവരെ നാട്ടിലൊന്നും അങ്ങനെ വലിയ ശമ്പളങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത്തിരി എന്തെങ്കിലും കൂടുതൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് അന്യ രാജ്യങ്ങളിലേക്ക് വരുന്നത്. അന്ന് വഴി തെറ്റിയും സഞ്ചരിച്ചതാണ്. ഇവിടെ ഇറങ്ങിയതിന് ശേഷം വഴിയെറ്റി സഞ്ചരിച്ചതിന്റെ പേരിലാണ് ഇത് കള്ളനെന്ന് ആരോപിച്ച് ഇവര് അങ്ങനെ എന്തെങ്കിലും ആരോപിക്കുന്നത് എന്താ, ഇവര് കണ്ട് തെളിവുകളൊന്നുമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. ഇവർക്ക് ആരാണ് ഈ ലൈസൻസ് കൊടുത്തത്, അടിച്ചു കൊല്ലുവാനുള്ള ലൈസൻസ് കൊടുത്തത്? അദ്ദേഹത്തിന് അടിച്ചും ചവിട്ടിയും, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത് ചവിട്ടി നട്ടെല്ലിന്റെ ഇത് ഒടിഞ്ഞു പോയെന്നാണ് പറയുന്നത്. ഭീകരമായ കൊലപാതകം. നിങ്ങൾക്കും മക്കളില്ലേ? നമുക്കും മക്കളുണ്ടല്ലോ. നമ്മളും ഏതെല്ലാം രാജ്യങ്ങളിൽ ജീവിക്കാൻ പോകും. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ജീവിക്കാൻ പോകും. ഈ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. അതുപോലെ ഗൾഫിൽ ഒരുപാട് രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലങ്ങളും ഞാൻ കണ്ടെത്തിയിട്ടേയില്ല. അവിടെ ഉള്ളവരൊന്നും അങ്ങനെ അന്നൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ വെറുപ്പും വിദ്വേഷങ്ങളും ഈ ഈ വർഗീയതകളും മൂത്ത് ഇപ്പൊ അത് കുത്തിവെച്ച് മുസ്ലിം വിരോധങ്ങളും അതുപോലെ എന്ന് പറയണ്ട ആൾക്കൂട്ട മർദ്ദനങ്ങളും ഇവർ തന്നെ നിയമങ്ങൾ കൈയെടുത്ത് അങ്ങ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത്, ഇവർക്ക് യാതൊരു കാരണവശാലും നമ്മളെ കേരളത്തിലാണ് ഇതിപ്പം നടന്നിരിക്കുന്നത്. ഇവരെ ഇനി വെറുതെ വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ നടക്കും. ഇവർക്കിപ്പോ തെറ്റിയ സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ബംഗാളി ദേശീയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അടിക്കുന്നത്. ബംഗാളി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അടിക്കുന്നത്. ചാണ്ടിക്കെട്ട് തൊഴിലാളിയാണ്. അപ്പൊ ഈ ബംഗാളി എന്ന് വരുന്നതെല്ലാം മുസ്ലിങ്ങൾ എന്നുള്ള തോന്നലാണ്. അതാണ് പേര് റാം നാരായണൻ എന്ന് പറഞ്ഞിട്ട് പോലും അവര് അടിച്ചു കൊല്ലുകയാണ്. അവർ 31 വയസ്സുള്ളത്. ദയനീയമായ ഒരു കൊലപാതകം. ആ മനുഷ്യനെ കണ്ടാൽ തന്നെ തിരിച്ചടിക്കില്ല എന്ന് അവർക്കറിയാം, തിരിച്ച് ഒന്നും ചെയ്യില്ല എന്നറിയാം. അങ്ങനെ ഇനി അടി കിട്ടാനൊരു സ്ഥലവുമില്ല. അങ്ങനെ എന്തായിരുന്നാലും ഈ ലോകത്തുനിന്ന്
ആ, ഇടപെട്ടു. നിങ്ങൾ അത് ഒഴിച്ചു വിട്ടു. നിങ്ങൾ ഈ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ എല്ലാ ജനങ്ങളും, അതുപോലെ എല്ലാ മനുഷ്യനും, നന്മയുള്ള എല്ലാ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യം ഇത് യൗമാരെ ഇനി യാതൊരു കാരണവശാലും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ യാതൊരു കാരണവശാലും വെളിയിൽ വിടാൻ പാടില്ല. എമ്മാർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് മാത്രമേ ഇനി ഒരു അക്രമം നമ്മളെ നാട്ടിലുണ്ടാവാതിരിക്കൂ. സ്വാശ കേരളം, ഇവിടെ എല്ലാം വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. കാരണം ഇവരെ മുമ്പിൽ ഇവർക്ക് വേറൊരു ലെവലുണ്ട്. ഇവര് വേറൊരു ലെവലിൽ കൂടിയാണ്. കാരണം ഇവർക്ക് അക്രമങ്ങളും അതിക്രമങ്ങളും, മനുഷ്യൻ നല്ലതുപോലെ സ്വസ്ഥതയോടുകൂടി നല്ലതുപോലെ ജീവിക്കുന്നതൊന്നും കാണാം. കാരണം ഒരു പിശാചിന്റെ മറ്റൊരു രൂപമാണ് ഇത്. ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ നാം നാളെ എല്ലാവരും എല്ലാവരും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവർക്ക് ഈ ലോകത്തെ പരമാവധി ഏറ്റവും ഈ കൊടും ക്രൂരത ചെയ്ത ഈ മനുഷ്യർക്ക്, ഈ യുവമാർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടൈം മീഡിയ.